വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്, എഗ്ഗ് ചില്ലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ചെറിയ ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സവാള ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കണം. അപ്പോൾ ഞാനിപ്പം 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാവൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ തട്ടിയിടാം കേട്ടോ. 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ മൈദ ചേർക്കുന്നത്. ഇനി അതിലേക്ക് ശകലം നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. കുരുമുളക്, ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ആ മുട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മാവിലോട്ട് നമുക്കൊന്ന് ചേർത്തെടുക്കാം. ഓരോന്നായിട്ട് നമുക്കിതൊന്ന് ചേർത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാനിൽ നമ്മുടെ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് അടുത്ത് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമുക്കിതിലേക്ക് ഇനി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ഇഞ്ചിയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിൽ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ച് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക്
ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചില്ലി സോസ് ചേർക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ ഗ്രേവി. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തതും കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ എഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.